അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിൻ്റെ സീസണായി. അപ്പോൾ പിന്നെ ഉത്സവപ്പറമ്പിലല്ലേ എല്ലാവരും ഒത്തുകൂടുക. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വീടിന് തൊട്ടടുത്തുള്ള 2 അമ്പലത്തിൽ തലേന്നും പിറ്റേന്നുമായിട്ടുള്ള ഉത്സവം. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ്. എല്ലാ നാട്ടുകാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിട്ടാണ് അവിടെ കണക്കാക്കുക. ഒരു സമയമാകുമ്പോൾ എല്ലാവരും വന്ന് തിറയാട്ടമൊക്കെ കണ്ട് വരവൊക്കെ പങ്കെടുത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ താലപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ട് തിറ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അമ്മേൻ്റെ മറവിൽ പോയി ഒളിക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതവിടെ താലപ്പൊലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു തിണ്ടിൻ്റെ മേലെ കയറി നിന്നിട്ട് കാണുകയാണ്. ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പറയുകയാണ്. ഞാൻ ഇവിടെ നിന്നിട്ടാണ് തിറ കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തി, നിങ്ങൾ കാണുന്ന ഈ വ്യക്തി എൻ്റെ കാലിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരൊറ്റ ചവിട്ടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ വന്ന് പറഞ്ഞത് ഹസ്ബൻഡിനോടും ഫ്രണ്ടിനോടും ഒക്കെയാണ്. അപ്പം അവർ വന്നിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരനെ. എന്ത് ധൈര്യത്തിലല്ലേ ഒരു മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് അയാൾ വന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പം ഒരു മദ്യപാനം എന്ന് പറയുന്നത് ഒരാളെ തൊടാനുള്ള, അല്ല അറിയാത്ത ഒരാളെ തൊടാനുള്ള ലൈസൻസ് പോലെയാണ് മൂപ്പര് ഇരിക്കുന്നത്. എന്തായാലും ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതന്നെ ഒരു സമാധാനം. അല്ലെങ്കിൽ എന്താ ഭയങ്കര റിഗ്രറ്റ് അടിക്കായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചേനെ. പിന്നെ ഒരു പൂരപ്പറമ്പാണ്, വെറുതെ അനാവശ്യമായിട്ട് നമ്മളൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടതാണ്. എന്തായാലും ഒന്നും എൻ്റെ അടുത്തുനിന്ന് കിട്ടിയല്ലോ, അതിനൊരു സമാധാനം. പിന്നെ അതാ കണ്ണനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി തിന്നായിരുന്നു. പിന്നെ പൂരപ്പറമ്പിൽ ഇങ്ങനെ ഓരോന്ന് ഐസ് അങ്ങനെയുള്ള കടികൾ ഒക്കെ കിട്ടുമല്ലോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരാൾ വാങ്ങും, എല്ലാവരും തിന്നും. അതെന്നെ പരിപാടി. അങ്ങനെ തിറയെല്ലാം കണ്ട് പിന്നെ അത് അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കാവലുള്ള ഉത്സവം തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ പരിപാടികളാണ് നിങ്ങളീ കാണുന്നത്. എന്തുതന്നെയായാലും ഐസ് വിട്ടൊരു കളിയില്ലല്ലേ എന്തായാലും. പിന്നെ അല്ലെങ്കിൽ ഐസൊക്കെ ഈ ഒരു പൂരപ്പറമ്പിലൊരു വീക്ക്നെസ്സാണ് എല്ലാവർക്കും. ഇങ്ങനെ കഴിച്ച് പൂരമൊക്കെ കണ്ട് നല്ല രസമാണ്. കഴിഞ്ഞ് ഇത് ലോക്കലാ ആടെ ചുമോണ്ട് വരും. വെയിറ്റ് കുറച്ചുകൂടെ കയ്യിൽ വയ്ക്കും. കൊടുവാള് അങ്ങനെ ഇവിടുത്തെ വരവ് എത്താനായി. നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പോയ കാവിലും നല്ല തിരക്കുണ്ടായിരുന്നു, ഈ കാവിലും നല്ല തിരക്കുണ്ടായിരുന്നു.
അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടോ തിരയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.